ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികൾ പദ്ധതിയിട്ടത് വൻ കവർച്ച നടത്താനാണെന്ന് ഹൈക്കോടതിയിൽ SIT. കൊള്ളയ്ക്ക് പിന്നിൽ നടന്നത് വൻ ആസൂത്രണം. വലിയ രീതിയിൽ കവർച്ച നടന്നതായി പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആസൂത്രണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഗോവർദ്ധന്റെ ജാമ്യഹർജി എതിർത്ത് SIT നൽകിയ റിപ്പോർട്ടിലാണ് ആസൂത്രണത്തെക്കുറിച്ച് പറയുന്നത്. 2025 ഒക്ടോബറിൽ പ്രതികൾ ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയെന്നും ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു ഇതെന്നും SIT റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കൊള്ള പുറത്തു വന്നതോടെ ഗൂഢാലോചന മറച്ചുവെക്കാൻ എന്തൊക്കെ പദ്ധതി വേണമെന്നും ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെന്നും റിപ്പോർട്ടിലുണ്ട്. ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പണം അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ദുരൂഹമായ അക്കൗണ്ടുകളുണ്ട്. ഈ പണം കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള ശ്രമമാണ്. നടന്നത് വൻ കൊള്ളയാണ്. വൻ ആസൂത്രണം നടത്തിയെന്നും പിടിക്കപ്പെടാതിരിക്കാൻ ബംഗളൂരുവിൽ ആസൂത്രണം നടത്തിയെന്നും SIT പറയുന്നു. കൊള്ളയുടെ വ്യാപ്തി അറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമെന്നും അതുവരെ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വാദിച്ചത്. കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. 6 ആഴ്ചത്തെ സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ദേവസ്വം ബെഞ്ച് അനുവദിച്ചത്. ഈ മാസം 19-ന് SIT ഹൈക്കോടതിയിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇവർക്ക് CPM ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇവർക്ക് പകരം പുതിയ 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന വിവരവും പുറത്തുവന്നു. 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതിലെ എല്ലാ ഇടപാടും 4 ഘട്ടമുള്ള അന്വേഷണത്തിലുണ്ടെന്ന് SIT ഹൈക്കോടതി അറിയിച്ചു. ആദ്യത്തെ 2 കേസിലാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിലും ശേഷിക്കുന്ന അന്വേഷണത്തിൽ ആരും രക്ഷപ്പെടില്ലെന്ന് കരുതുന്നതായാണ് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാതെ നിർഭയമായ അന്വേഷണം തുടരണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിക്കുമ്പോഴാണ് പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണമുണ്ടെന്ന് SIT വ്യക്തമാക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങളിൽ കേരള ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 181 സാക്ഷികളെ ചോദ്യം ചെയ്തതായും സുപ്രധാന പല രേഖകളും വീണ്ടെടുക്കാൻ സാധിച്ചതായും SIT കോടതിയെ അറിയിച്ചു.